അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹുദയ്യത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമാണ്. അവിടുത്തെ ഉമ്മത്തികൾക്ക് സുന്നത്താണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ രണ്ട് വിധം സുന്നത്തുകളുണ്ട്. ഒന്ന് സുന്നത്ത് കിഫായ, പിന്നൊന്ന് സുന്നത്ത് ഐന്. ഫർളിലുള്ളതുപോലെ തന്നെ ഫർള് ഐന്, ഫർള് കിഫായ. അതുപോലെ തന്നെ സുന്നത്ത് ഐന്, സുന്നത്ത് കിഫായ എന്നാണ്. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നിർവഹിക്കേണ്ടത് ളുഹ്ർ നിസ്കാരം ഓരോരുത്തരും നിർവഹിക്കണം, മറ്റൊരാൾ നിർവഹിച്ചാൽ പറ്റൂല. അതുപോലെ തന്നെ ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും നിർബന്ധം. ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാണ്. ആരും ചെയ്തില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാണ്. ഒരു നാട്ടിൽ മയ്യത്ത് മരിച്ചാൽ നാട്ടുകാർക്ക് ആ മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഒരാൾ കുളിപ്പിച്ചാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാണ്. ആരും കുളിപ്പിച്ചില്ലെങ്കിലോ നാട്ടുകാർ എല്ലാവരും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞതുപോലെ സുന്നത്തിലും അങ്ങനെ തന്നെയുണ്ട്. സുന്നത്ത് ഐന്, സുന്നത്ത് കിഫായ. പക്ഷേ അവിടെ കുറ്റം കിട്ടൂല. ഫർളിൻ്റെ അവിടെ ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഉളുഹിയ്യത്ത് സുന്നത്താണ്. സുന്നത്തിൻ്റെ ഇവിടെ സുന്നത്ത് കിഫായ വരും, സുന്നത്ത് ഐന് വരും. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഉദാഹരണ സഹിതം വിശദീകരിക്കാം. പിന്നെ ഒന്ന്, നമുക്ക് തന്നെ ഉളുഹിയ്യത്ത് നിർബന്ധമാകുന്ന രൂപം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നും ഞാൻ വിശദീകരിക്കാം. ഏതായാലും അതിൻ്റെ അസ്ലിയായ മസ്അല അത്തളഹിയ്യത്തു സുന്നത്തും അക്കദ. ഉളുഹിയ്യത്ത് ശക്തിയേറിയ സുന്നത്താണ്, വളരെ ശക്തമായ സുന്നത്താണ്, പ്രതിഫലമുള്ള സുന്നത്താണ്. ആർക്ക്? സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തികൾക്ക്. സുന്നത്തു ഐനാൻ ഓരോരുത്തരും നിർവഹിക്കുക. വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റക്കാണ് ഉണ്ട് എങ്കിൽ, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടുകാരനായ ഞാൻ, എൻ്റെ വീട്ടിൽ ആരുമില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നാൽ എനിക്ക് ആ ഉളുഹിയ്യത്ത് അറുത്ത് കൊടുക്കൽ കഴിവുണ്ട് എങ്കിൽ ഉളുഹിയ്യത്ത് അറുത്ത് കൊടുക്കൽ സുന്നത്ത് ഐനാണ്. എൻ്റെ വീട്ടിൽ ഞാനുണ്ട്, എൻ്റെ ഭാര്യ മക്കളുണ്ട്, എൻ്റെ വീട്ടുകാരുണ്ട്, എൻ്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർ അല്ലാത്തവർ ഒരുപാട് ആളുകളുണ്ട് എങ്കിൽ അവിടെ ആ വീട്ടിൽ എല്ലാവരും അറുത്ത് കൊടുക്കണം. മൊത്തത്തിൽ സുന്നത്താണ്. ഒരാൾ അറുത്ത് കൊടുത്താൽ അല്ലാഹു തആല എന്തുകൊണ്ട് അറുത്ത് കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്ന് എല്ലാവരും ഒഴിവായി. ആരും കഴിവുണ്ടായിട്ട് അറുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരോടും എന്തുകൊണ്ട് നിങ്ങൾ ഉളുഹിയ്യത്ത് അറുത്ത് കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യം വരും. അതാണ് ഒറ്റക്കൊണ്ടായാൽ സുന്നത്ത് ഐനാണ്. വീട്ടിൽ കുറേ ആളുകളുണ്ടെങ്കിൽ സുന്നത്ത് കിഫായാണ്. ഇത് ശരിക്കും മനസ്സിലാക്കണം. സുന്നത്ത് കിഫായ, ഇപ്പൊ വീട്ടിലൊരു 10 ആളുണ്ട് എന്ന് വെക്കാം, ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഓരോരുത്തരും അറുത്ത് കൊടുക്കണം. ആരും അറുത്ത് കൊടുത്തില്ലെങ്കിലോ എല്ലാവരോടും അല്ലാഹു ചോദിക്കും, എന്തുകൊണ്ട് അറുത്ത് കൊടുത്തിട്ടില്ല? ആ വീട്ടിൽ നിന്ന് ഒരാൾ അറുത്ത് കൊടുത്തു, മറ്റുള്ള 9 ആൾ അറുത്ത് കൊടുത്തിട്ടില്ലെങ്കിലോ അല്ലാഹു തആലാന്റെ ചോദ്യത്തിൽ നിന്ന് എല്ലാവരും ഒഴിവായി. എന്ന് പറഞ്ഞാൽ വീട്ടുകാരനായ ഞാൻ മറ്റുള്ള 9 ആൾ അറുത്ത് കൊടുത്തിട്ടില്ല, ഞാൻ അറുത്ത് കൊടുത്തെങ്കിൽ അല്ലാഹു തആല ചോദിക്കുന്നതിൽ നിന്ന് ഒഴിവായി. മറ്റുള്ളവർക്ക് കൂലി കിട്ടൂല, 9 ആൾക്ക് കൂലി കിട്ടൂല. ഞാൻ അറുത്ത് കൊടുത്തതാണെങ്കിൽ ആ കൂലി എനിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ, മറ്റുള്ള 9 ആൾക്ക് കൂലി ലഭിക്കുകയില്ല. പക്ഷെ അള്ളാഹുവിന്റെ ചോദ്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. എന്തുകൊണ്ട് അറുത്ത് കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. അതാണ് അള്ളാഹുവിന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂലി കിട്ടുമെന്നല്ല. കൂലി കിട്ടണമെങ്കിൽ കഴിവുള്ള ഓരോരുത്തരും അറുത്ത് കൊടുക്കണം. ത്വലബ് സാക്കിത്താകുമെന്നാണ് മായന. അതവിടെ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ഉമ്മത്തികളായ നമുക്ക് ശക്തിയേറിയ സുന്നത്താണ് ഉളുഹിയ്യത്ത്. അലൽ കിഫായ, സുന്നത്ത് കിഫായാണ്. ഇൻ തഅദ്ദദ അഹ്ലുൽ ബൈത്ത്, വീട്ടുകാർ കുറെ ആളുണ്ട് എങ്കിൽ സുന്നത്ത് കിഫായാണ്. ഓ ഇല്ലാ ഫസുന്നത്തു ഐൻ, വീട്ടിൽ ഒരാൾ മാത്രമേ ഉണ്ടു എങ്കിൽ അത് സുന്നത്ത് ഐനാണ്. മനസ്സിലായല്ലോ? അവിടെ തന്നെ കിതാബുകളിൽ വിശദീകരിക്കുന്നുണ്ട്. ഫൈദാ ഫഅലഹാ വാഹിദും മിൻഹും,
വീട്ടിൽ കുറെ ആളുകളുണ്ട്, ആ കുറെ ആളുകളിൽ നിന്ന് ഒരാൾ ആ ഉളുഹിയത്ത് കർമ്മം നിർവഹിച്ചാൽ ചെലവെടുക്കൽ നിർബന്ധമില്ലാത്ത ആളുകളാണെങ്കിലും ശരി, വീട്ടിൽ ചെലവെടുക്കൽ നിർബന്ധമായ ആളുകളുണ്ടാവും, ഇല്ലാത്ത ആളുകളുണ്ടാവും, ആരാണെങ്കിലും ശരി, ഒരാൾ നിർവഹിച്ചാൽ മറ്റുള്ള ആളുകളിൽ നിന്ന്, വീട്ടിൽ എത്ര ആളുകളുണ്ട് അവരിൽ നിന്നുള്ള ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ നിർവഹിച്ചില്ല എന്നുള്ള ചോദ്യം അത് ഒഴിവായി, അവർ രക്ഷപ്പെട്ടു. പക്ഷേ കൂലി ആ ഉളിയത്ത് അർത്ഥം കൊടുക്കുന്ന ആൾക്ക് മാത്രമേ പ്രത്യേകതയുള്ളൂ, അവനിക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാലും അള്ളാഹുവിന്റെ ആ ചോദ്യത്തിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെട്ടു. അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സുന്നത്ത് കിഫായ, ഒരു വീട്ടിൽ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അത് സുന്നത്ത് കിഫായാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉളിയത്ത്, വീട്ടുകാർ എത്ര ആളുണ്ട് എല്ലാവർക്കും ഉളിയത്ത് കഴിവുണ്ടെങ്കിൽ ഉളിയത്ത് അർത്ഥം കൊടുക്കൽ സുന്നത്താണ്. അപ്പൊ ഒരാൾ നിർവഹിച്ചാൽ മറ്റുള്ളവർക്കെയും ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞതിന്റെ മഹന വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നല്ലാതെ നിർവഹിക്കാത്ത ആളുകൾക്ക് കൂലി ലഭിക്കുകയില്ല, കൂലി ലഭിക്കുമെന്നല്ല മഹന. കൂലി ലഭിക്കൂല. കൂലി ലഭിക്കണമെങ്കിൽ അത് ഉളുഹിയത്ത് അർത്ഥം കൊടുക്കുന്ന ആൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഏതുപോലെ സലാത്തുൽ ജനാസ, മയ്യത്ത് നിസ്കാരം പോലെ. മയ്യത്ത് നിസ്കാരം നാട്ടുകാർക്ക് നിർബന്ധമാണ്. ഒരു മയ്യത്ത് മരിച്ചാൽ ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാണ്, ആരും ചെയ്തില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാണ്. ഇനി ഓരോരുത്തരും പിന്നെയും നിർവഹിച്ചെങ്കിലോ എല്ലാവർക്കും കൂലി കിട്ടും എന്നതുപോലെയാണ് ഈ വിഷയം. അതുകൊണ്ട് വളരെയേറെ മനസ്സിലാക്കണം. ഇനി ഉലൂഹിയത്ത് നിർബന്ധമാകുന്ന എപ്പോഴാണ്? ഉലൂഹിയത്ത് സുന്നത്ത് മുഅക്കദാണ്. ഉലൂഹിയത്ത് നിർബന്ധമാകുന്നത് ഒരു ഉലൂഹിയത്തായ സുന്നത്തായ കർമ്മത്തിനെ ഒരാൾ നേർച്ചയാക്കി ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഉലൂഹിയത്ത് നിർബന്ധമാണ്. നിർബന്ധമായ ഉലൂഹിയത്തിൻ്റെ മസ്അല, അതിൻ്റെ മാംസം എങ്ങനെ വിതരണം ചെയ്യണം, വീട്ടുകാർ എടുക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ അതിനെ എല്ലാത്തിനെയും സദഖ ചെയ്യണോ, എടുക്കുകയാണെങ്കിൽ എത്ര എടുക്കാം, ഇങ്ങനെ സുന്നത്തായ ഉളിയത്തിൻ്റെ മാംസവും അതുപോലെ തന്നെ നിർബന്ധമായ ഉളിയത്തിൻ്റെ മാംസത്തിൻ്റെ മസാല രണ്ടും രണ്ടാണ്. അത് ഗഹനമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം.